ഒക്കെ ഈ ആരോപിക്കപ്പെട്ടേക്കണവർ ഇതിൽ ശരിക്കും റിയലായിട്ട് തെറ്റുകാരാണോ? അത് നമുക്ക് കോടതി തീരുമാനിക്കുമോ? എന്തായാലും കോടതി ബാക്കിയുള്ള എല്ലാം കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിച്ചിട്ട് ഇവർ തെറ്റുകാരാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണം മാക്സിമം കൊടുക്കാൻ പറ്റിയ ശിക്ഷ കൊടുക്കുക. ഇപ്പുറത്ത് സഹോദരിമാർ അല്ല എൻ്റെ അനിയത്തിമാർ ഈ ഒരു ഇതിൽ നിൽക്കുന്ന ആൾക്കാർ ഇവർക്ക് നീതി കിട്ടാനായിട്ട് നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവും. ഇവർക്ക് നീതി കിട്ടാനായിട്ട് ഏതറ്റം വരെ പോകാനും ഞാനും കൂടെ ഉണ്ടാവും. പക്ഷേ ഈ ആരോപിച്ച ആരോപണങ്ങളെല്ലാം ഏതെങ്കിലും ഒന്ന് പോലും ഇത് റോങ് ആണെങ്കിൽ അവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കണം. എപ്പോഴും പറയും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് ഒരു ഇതില്ല എന്ന് പറയും അല്ലേ? ഇപ്പോഴും അങ്ങനെയല്ല കാഴ്ചപ്പാട്. പറഞ്ഞോ, സ്വാതന്ത്ര്യമില്ല, അത് നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ സ്വാതന്ത്ര്യം വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞേ, ഇപ്പൊ എനിക്കിട്ടൊരു ഒറ്റ അടി അടിച്ചു കവളത്തിട്ട്, ഫസ്റ്റ് അടി എനിക്കിട്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ തിരിച്ചടിക്കും. ഈ ഇരിക്കണ 3 പേരും അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി വന്നവരും എന്നെ ഇടിക്കുള്ളൂ, ഒരിക്കലും നിങ്ങളെ പറയില്ല. അതെന്താണെന്നറിയാമോ? ഈ സമൂഹത്തിന് സ്ത്രീകളോട് അത്ര വലിയ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് നമ്മൾ സ്വയം നമ്മൾ വാങ്ങണം. അത് അല്ലാതെ നമുക്ക് കിട്ടിയില്ല എന്നല്ല, നമ്മളുടെ പ്രവൃത്തി കൊണ്ടത് വാങ്ങണം. ഇപ്പം ഏതൊരു സ്ത്രീ എടുത്ത് നോക്കിയാൽ എന്തൊരു വിഷയം നടന്നത്, ഇപ്പം നിങ്ങൾ നടന്നു വരികയാണെങ്കിൽ ഞാൻ സ്മോക്ക് ചെയ്തിരിക്കണമെങ്കിൽ ഞാൻ അത് കളയും, ഉറപ്പായിട്ടും കളയും. ഇത് കാണിച്ചിരിക്കും ഉറപ്പായിട്ട്. അത് നിങ്ങളുടെ റെസ്പെക്റ്റാണ്. അത് എല്ലാ രീതിയിലും ഏത് മേഖലയിലും ഉണ്ട്. പക്ഷേ നമ്മളവിടെ സ്മോക്ക് ചെയ്തിട്ട് ഇപ്പം എന്തിനായിട്ടാണ് അതെടുത്ത് കളഞ്ഞത്? അടുത്ത് വലിക്കാൻ പാടില്ല. എന്നിട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾ വരുമ്പോൾ വലിച്ചിട്ട് നിങ്ങൾ മൊത്തിട്ട് ഊതും. ഇത് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ വളം വെച്ച് കൊടുത്താൽ അതിനെല്ലാം അവർ ഓക്കെയാണ്, ഏത് രീതിയിലാണെങ്കിലും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഏത് റൂട്ട് സഞ്ചരിക്കണമെന്ന് നമ്മളെപ്പോഴും തീരുമാനിക്കുക. നമ്മളിങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ നമുക്ക് പല ഭാഗത്തുനിന്നും പല ഓപ്പർച്യൂണിറ്റീസും പല ഹായ് വാ എന്നൊക്കെ ഉള്ള രീതികളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പം ആണുങ്ങൾക്കും ഉണ്ടാവും ഈ പോകുമ്പോൾ. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇങ്ങനെ ഒരു സിനിമയിൽ വന്ന് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എൻ്റെ സഹോദരങ്ങളുടെയും എൻ്റെ കൂട്ടുകാരുടെ എൻ്റെ വൈഫിൻ്റെ ഒക്കെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഞാൻ വന്നത്. അല്ലാണ്ട് എൻ്റെ ഒരാളുടെ കഴിവുകൊണ്ടല്ല. ഞാൻ എങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോഴൊന്നും പുറകോട്ട് തിരിഞ്ഞു നോക്കുക. എൻ്റെ ഫാമിലി ഉണ്ട്, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഇത്ര ആൾക്കാരുണ്ട്. അവരെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാം? എനിക്കൊന്നും വരത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുള്ളൂ. വീട്ടുകാരും ഞാൻ പറയില്ല. അവർക്ക് എന്ത് പറ്റിയാലും ഞാൻ നോക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ അവരെ കൊണ്ട് നോക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ സിനിമയെന്ന് പറഞ്ഞ ഫാൻറ്റസിയിൽ നമുക്ക് ഒരുപാട് പൂക്കളും കായ്കളും കനികളും ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഏതം തോട്ടം പോലെ ഒരു സംഭവം അത്. അതിനകത്ത് മനസ്സിലായി, നല്ല മധുരമുള്ള പഴങ്ങളുണ്ട്, കയ്പുള്ള പഴങ്ങളുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യണ പോലെ ഇരിക്കും. മനസ്സിലായ? നമ്മൾ സാധാരണ ഒരു ചെടി വകഞ്ഞു മാറ്റി നമുക്ക് പോവാം. മുൾച്ചെടി വകഞ്ഞു മാറ്റി ആരെങ്കിലും പോവുക, ആ മുൾച്ചെടിയാണെന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകണം. പക്ഷേ ഇതിലൊരു വലിയ പ്രശ്നം, ഇപ്പം ഞാനൊരു നടിയാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. എൻ്റെ പാഷൻ അഭിനയമാണ്, എനിക്ക് അഭിനയിച്ചേ പറ്റൂ. പക്ഷേ സെക്ഷൽ ആയിട്ടുള്ള ഞാൻ അവിടെ അതിന് അങ്ങനെ സഹകരിക്കും. ഒരു കൂടി ഉണ്ട്, എനിക്ക് അഭിനയിച്ചേ പറ്റുള്ളൂ, ഏത് രീതിയിൽ അഭിനയിച്ചേ പറ്റുള്ളൂ എന്നാവരുത്. അതിലോട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ എനിക്ക് പക്ഷേ എന്നോട് ഫേവേഴ്സ് ചോദിക്കുകയാണ്. ഞാനൊരു കാസ്റ്റിംഗ് കൗച്ചിലൂടെ കടന്നു പോയാൽ മാത്രമേ എനിക്ക് അഭിനയിക്കാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം വന്നു വന്നിരിക്കുക.